ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാ കടാക്ഷം കൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. ഭാഗവതത്തിലൂടെ നമ്മുടെ സഞ്ചാരം തുടങ്ങി. ഇന്ന് ഇപ്പോൾ 18ാമത്തെ അധ്യായം വരെ എത്തി നിൽക്കുകയാണ്. 18ാമത്തെ അധ്യായമാണ് ഇനി പാരായണം ചെയ്യേണ്ടത്. വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരുന്ന് ഭഗവാൻ സന്തോഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് 17ാമത്തെ അധ്യായമാണ്. അതിൽ ആ പരീക്ഷിത്ത് മഹാരാജാവ് മഹിമയോട് കൂടിയിട്ട് ദീർഘകാലം കൊണ്ട് അവസാനിക്കുന്ന ആ സത്രത്തിൽ ദീക്ഷിച്ചിരിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നെല്ലാം ആ സൂത ശൗനക സംവാദത്തിൽ അവർ പറയുന്നു. ആ കലിയെ നിഗ്രഹിച്ചതും കലിക്ക് ഇരിക്കാൻ 5 സ്ഥലങ്ങളെ കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ അനുസ്മരിച്ചത്. ഇത്തവണത്തെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അക്കിത്ത ഭാഗവതത്തിലെ ഈ 18ാം അധ്യായത്തിന് ബ്രഹ്മശാപം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആ 18ാം അധ്യായം നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 18ാം അധ്യായം. സൂത ഉവാച യോ വൈ ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടോ നമാതുർ ഉദരേ മൃധ അനുഗ്രഹാത് ഭാഗവത കൃഷ്ണസ്യാത്ഭുതകർമ്മണ ബ്രഹ്മാ കോബോധിതാത് യസ്തു തക്ഷകാത് പ്രാണവിപ്ലവാത് ന സമ്മുമോഹോരു ഉഭയാത് ഭഗവത്യർപ്പിതാശയാം ഉത്സൃജ്യ സർവദാ സംഘം വിജ്ഞാതാഞ്ജിത സംസ്ഥിതി വയ്യാസകർജഹൗ ശിഷ്യോ ഗംഗായാം സ്വങ്കളേ പരം നോത്തമശ്ലോകവാർത്താനം ജുഷതാം തത്കഥാമുദം സ്യാത് സംഭ്രമോന്തകാലേ വിസ്മരതാം തത്പദാംബുജം താവത് കലിർന പ്രഭാവേത് പ്രവിഷ്ടോ ബീഹ സർവദാ യാവത് ഈശോ മഹാൻ ഉർവ്യാം അഭിമന്യാവ ഏകരാട് യസ്മിൻ ആഹനീയർഹ്യേവ ഭഗവാൻ ഉത്സർജഗാം തദൈവേഹാനുവർത്തോസൗ അധർമ്മപ്രഭവകലി നാനുദ്വേഷ്ടി കലിം സാമ്രാട് സാരംഗ ഇവ സാരബുക്ക് കുശലാന്യാശു സിദ്ധ്യന്തി നേതരാണി കൃതാനി യത് കിം നു ബാലേഷു ശൂരേണ കലിനാധീരഭീരുണ അപ്രമത്തേഷു യോ വിവൃഗോ നിഷ വർത്തതേ ഉപവർണിതം ഏതദ്വാ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതം ആഖ്യാനം യത് अपृच्छ्यता या या कथा भागवता
കഥനീയോരു കർമ്മണ ഗുണകർമാശ്രയാ പുംഭി സംസേവ്യോസ്താബൂഷിഭി. ശ്രീമദ് ഭാഗവതം 18-ാം അധ്യായം ബ്രഹ്മശാപം. ദഗ്ധപ്രായൻ സൂതൻ പറഞ്ഞു, ദഗ്ധപ്രായൻ മാതൃഗർഭസ്ഥലീ ദ്രൗണ്യസ്ത്രപീഡിതൻ മരിച്ചില്ല അത്ഭുതകരം കൃഷ്ണാനുഗ്രഹലബ്ധിയാൽ ബ്രഹ്മഗോൽപത്ത ഹരേ കൃഷ്ണ ബ്രഹ്മഗോൽപാത അക്ഷകനിൽ ബ്രഹ്മഗോപാൽ എന്നാണ്. ബ്രഹ്മഗോപാൽ തക്ഷകനിൽ നിന്നുണ്ടായി പ്രാണസങ്കടം. ഭയം തന്നിലിവന്നും ഭഗവത് ഭക്തി കാരണം സർവസംഗമുപേക്ഷിച്ചു ഭഗവജ്ഞാനമാർന്നവൻ ശുഗോപദേശാനുസാരം ത്യജിച്ചാനുടൽ ഗംഗയിൽ ഉത്തമ ശ്ലോകപാദാബ്ജം സ്മരിച്ചും തൊൽക്കഥാമുദം നുണച്ചും സമ്പതിപ്പോരേ തൊടിൽ അന്തകഭീതിയും അഭിമന്യുസുതൻ ചക്രവർത്തി വാണത്ര കാലവും പ്രവിഷ്ടനെങ്കിലും ബാധിച്ചിരുന്നില്ലവിടെ കലി. ഭഗവാൻ ഈ ഭൂമി വിട്ടതേതുമാത്രയിൽ അന്നേ വന്നിട്ടുണ്ടിവിടെ അധർമ്മപ്രഭവൻ കലി. കലിയെ കൊന്നില്ല ഭൂപൻ വണ്ടുപോൽ സാരമുണ്ണുവാൻ ക്ഷണാൽ തരും കലിശുഭം ദണ്ഡിച്ചുണ്ടാക്കണം വിന. ഭീരുക്കളിൽ ശൂരനെന്നാൽ ശൂരലിൽ ഭീരുവക്കലി ചെന്നായ പോലെ തക്കത്തിൽ കടിക്കുന്നു പ്രമത്തനെ. ഇപ്രകാരം പരീക്ഷിത്തിൻ കഥയെന്നാലെ വർണ്ണിതം വാസുദേവ കഥോപേതം. നിങ്ങൾ ചോദിച്ച മാതിരി ഭഗവത് കഥയോരോന്നും വിസ്മയാവഹ സംഭവം. ഗുണാശികൾ സശ്രദ്ധം സംസേവിക്കേണ്ടതാണിവ. അപ്പം അത് ആ കലിയെ അവിടെ 5 സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് ആ കലിയെ വേണ്ടതുപോലെ അടിച്ചമർത്തിയിട്ട് ആ കലി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പരീക്ഷിത മഹാരാജാവ്. അപ്പോൾ ആ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ശൗനകാദികളോട് സൂതൻ പറയുകയാണ്, ആശ്ചര്യകർമ്മങ്ങൾ അനേക കർമ്മങ്ങളെ അനുഷ്ഠിച്ചു. അതിന് വേണ്ടുന്ന എല്ലാ മഹിമയും ഉണ്ടാവാൻ കാരണം എന്താ? ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവിനെ ഉദരത്തിൽ തന്നെ വെച്ച് ആരാ രക്ഷിച്ചത്? ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇദ്ദേഹം അനേക കർമ്മങ്ങളെ യഥാവിധി വേണ്ടതുപോലെ അനുഷ്ഠിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. പിന്നീട് ആ ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ച ആ മഹാരാജാവ് നിമിത്തം ഒരു തക്ഷകനിൽ നിന്ന് പ്രാണനാശം ഏർപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ എന്തു ചെയ്തു? അങ്ങനെ ഇപ്പോൾ ഒരു പാമ്പ് കടിച്ച് മരിക്കും എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ് അല്ലേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് കേട്ടിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടുകയാണ്. പാമ്പ് കടിച്ച് ഇന്നൊക്കെ 7-ാം പൊക്കം പാമ്പ് കടിച്ച് മരിക്കുന്ന ശാപം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും പരിഭ്രമിച്ചില്ല. കാരണം എന്താ? അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെയാണ് സദാ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊട്ടും ഭയം ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹത്തിന് അറിയാം എന്താണ് ഇനി വേണ്ടത്. ഇനി ശേഷിച്ചിരിക്കുന്ന ദിവസം മുഴുവൻ ഇതുവരെ തൻ്റെ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ധാരാളം ചെയ്യാനുണ്ടാകും. രാജാവ് എന്ന നിലയിലും അച്ഛനെന്ന നിലയിലും ഭർത്താവ് എന്നുള്ള നിലയിലും ഒക്കെ അങ്ങനെ പല വിധത്തിലുള്ള ചുമതലകളോടുകൂടി പല കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കർമ്മപ്രാരാബ്ധങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ അനുസരിച്ച് അദ്ദേഹം ജീവിച്ചെങ്കിലും ഒരിക്കലും ഈശ്വര ചിന്ത വെടിഞ്ഞില്ല. എപ്പോഴും മനസ്സ് എവിടെ നിർത്തി? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചേർത്ത് നിർത്തി. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീശുക ബ്രഹ്മർഷിയുടെ ശിഷ്യനായിട്ട് എല്ലാ വിഷയങ്ങളിൽ നിന്നും തൻ്റെ മനസ്സിനെയൊക്കെ വേർപ്പെടുത്തി എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവവും ആ ശ്രീനാരായണൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഗംഗയുടെ തീരത്ത്
ഇരുന്ന് അവിടെ വച്ചിട്ട് ആ സ്വദേഹത്തെ വെടിഞ്ഞിട്ട് പരമപദത്തെ പ്രാപിച്ചു. അപ്പോൾ മരണഭയം ഉണ്ടായിട്ടും ആ മോഹിക്കാത്ത എന്തുകൊണ്ടാണ് അതിൽ മരണം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിൽ ഭയപ്പെടാണ്ട് അതിൽ പേടിക്കാതെ കണ്ട് എങ്ങനെയാണ് ഈ അചഞ്ചലനായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ സർവാത്മന യഥാർത്ഥമായിട്ട് ഉള്ള ഭക്തിയോട് കൂടിയിട്ട് ആ പൂർണ്ണമായിട്ടുള്ള അർപ്പണത്തോട് കൂടിയിട്ട് എന്തു വന്നാലും ഈശ്വരൻ ഉണ്ടാവും നമുക്ക് കൂടെ എന്നുള്ള ദൃഢതയോട് കൂടിയിട്ട് ആരാണോ ആ ഭഗവാനെ ആശ്രയിക്കുന്നത് അവർക്കൊരിക്കലും ഭയം ഉണ്ടാവില്ല. അപ്പം നമ്മൾക്ക് ഏതെങ്കിലും സമയത്ത് ഭയം ഉണ്ടാവുക, പരിഭ്രമം ഉണ്ടാവുക, നമുക്ക് ഒക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവാത്മന ഈശ്വരനെ ആശ്രയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സാധിച്ച ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഭയം ഉണ്ടാവില്ല. ആ മരണസമയത്ത് അവരെന്ത് ചെയ്യും? ഭഗവാന്റെ പാതാരവിന്ദത്തെ മാത്രം സ്മരിച്ചുകൊണ്ട് അങ്ങനെ എപ്പോഴും ആ പാതാരവിന്ദത്തെ സ്മരിച്ചുകൊണ്ട് ആ പാതാരവിന്ദത്തിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുക. ഈ ഭൂമിയിൽ എല്ലാ ദിക്കിലും കലി പ്രവേശിച്ചിരുന്നു എന്നുണ്ടെങ്കിലും പറഞ്ഞ് ഇവിടെ ഭയപ്പെട്ടുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിനെ ഭയപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹം പാലിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കലി തൻ്റെ സാമർത്ഥ്യം കാണിച്ചില്ല എന്നുള്ളതാണ്. എല്ലാ ദിക്കിലും കലി ബാധിച്ചു. പക്ഷേ എല്ലാ ദിക്കിനെയും എപ്പോഴാണോ പരീക്ഷിത് മഹാരാജാവ് രാജ്യം ഭരിച്ച സമയത്ത് മുഴുവനും ആ കലിയുടെ പ്രഭാവം അവിടെ പ്രകടമായില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ സ്വധാമത്തിലേക്ക് ആ പ്രത്യക്ഷത്തിലുള്ള ശരീരത്തിനെ മാറ്റി നിർത്തി സ്വധാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദ്വാപര യുഗം തീർന്നു, പിന്നെ കലിയുഗം ആരംഭിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു നിമിഷം മുതൽ കലി തൻ്റെ ആധിപത്യം എവിടെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. പക്ഷേ എന്നിട്ടും ആ കലി ഇവിടെ പരീക്ഷിത് മഹാരാജാവിൻ്റെ കാലത്ത് ആ കലിയുടെ പ്രഭാവം അത്രയ്ക്ക് പ്രകടമായില്ല എന്ന് പറയുക. കലിയെ എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും ആപത്കരമായിട്ടുള്ള കലിയെ ഈ പരീക്ഷിത് മഹാരാജാവ് എന്തുകൊണ്ടാണ് നിഗ്രഹിക്കാതിരുന്നത്? എന്നാൽ അപ്പം തന്നെ കലിയെ വധിച്ചാൽ പോരെ എന്നുണ്ടെങ്കിൽ പറയണു, ഒരിക്കലും ആ കലിയുടെ ആ ഗുണമുണ്ട്. ആ കലിയുടെ ഗുണത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കലിക്ക് എത്ര ദോഷമുണ്ടെങ്കിലും അതിമഹത്തായിട്ടുള്ളൊരു ഗുണമുണ്ട്. അനേകം ദോഷങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും അനേകം ഗുണങ്ങളുണ്ട്, ഒരു ദോഷമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു ദോഷത്തെ ഇല്ലാണ്ടാക്കിയില്ലെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ ഒരു പക്ഷേ നശിച്ചു പോയി എന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദോഷത്തെ ഇല്ലാണ്ടാക്കണം. ഇവിടെ അനേകം ദോഷങ്ങളുണ്ട്, പക്ഷേ ഒരു ഗുണമുണ്ട്. ആ ഒരു ഗുണം കൊണ്ട് തന്നെ ഈ കലിദോഷങ്ങളെയൊക്കെ നമുക്ക് നിവാരണം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ കലിയെ നിഗ്രഹിച്ചില്ല. കാരണം കലികാലത്ത് കലൗ കേശവ കീർത്തനം, ആരാണോ കലികാലത്ത് നാമം ജപിക്കുക, കലി ബാധിച്ചിട്ട് വരുന്ന എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ എന്തു വേണം? നാമം ജപിക്കുകയാണ് വേണ്ടത്. നാമം ജപം കൊണ്ട് അതിനെയൊക്കെ മാറ്റാൻ സാധിക്കും. ഇത് കലികാലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ യോഗം കൊണ്ടും യാഗം കൊണ്ടും ധ്യാനം കൊണ്ടും തപസ് കൊണ്ടുമൊക്കെ നേടുന്ന അനേകായിരം താണ്ടുകൾ തപസ്സിരുന്നൊക്കെ നേടുന്ന ആ ഈശ്വര സാക്ഷാത്കാരം കലികാലത്ത് നാമജപം ഒന്നുകൊണ്ട് മാത്രം നേടാനായിട്ട് സാധിക്കുന്നുള്ളൊരു മാഹാത്മ്യം കലിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കലിയെ വധിക്കാതിരുന്നത്. ആ കലി വധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ അവസരം നോക്കിയിട്ട് എങ്ങനെയാണോ ചെന്നായ പോലെ ചാടി വീണിട്ട് അവരെ ആ കലി ബാധിക്കുന്ന പറയുന്നത്. അപ്പോൾ കാരണം ഈ കലിക്ക് ഇരിക്കാൻ ഉള്ള 5 സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ചെന്ന് പെട്ടുപോയാൽ അപ്പോൾ കലി സക്കം പാർത്തിരിക്കുന്ന ചെന്നയെ പോലെ ചാടി നമ്മുടെ മേലെ വീഴും. അപ്പോൾ നമ്മൾ ഇതിനെ വർജിച്ചുകൊണ്ട് ഈശ്വരനാമം ജപിച്ചിട്ട് ജീവിക്കുകയാണോ ആ കലി നമ്മളെ ബാധിക്കില്ല. അപ്പം അങ്ങനെ ബാധിക്കും. അതുകൊണ്ട് പറയണു, നിങ്ങൾ ചോദിച്ചതനുസരിച്ചിട്ടുള്ള ആ ഭഗവാന്റെ ആ കൃഷ്ണകഥയോടനുബന്ധിച്ചിട്ടുള്ളതും പുണ്യമുള്ളതുമായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ കഥകളൊക്കെ ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു. ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എന്താണ്?
ആ കീർത്തിക്കപ്പെടാൻ എന്താണ് യോഗ്യത, അത് എന്തിനെയാണ് കീർത്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈശ്വരനാമങ്ങളെയാണ്, ഭഗവാനെയാണ് കീർത്തിക്കപ്പെടേണ്ടത് എന്ന് പറയണം. ഏത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനോടനുബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈശ്വരനാമൊക്കെയാണ് ജപിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളുടെയും സൃഷ്ടിയാദി കർമ്മങ്ങളെയും സംബന്ധിച്ചിരിക്കുന്ന കഥകളെ എപ്പോഴും ഭക്തിയോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് മാത്രമേ കേൾക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ട് അല്പസമയം ഒന്ന് നിർത്തി. ഋഷിമാരാണ് ഇത്തവണ ചോദിക്കുന്നത്. ഋഷയ ഊജു സൂതജീവസമാസൗമ്യ ശാശ്വതിർവിശദം യശ യസ്ത്വം ശംസസി കൃഷ്ണസ്യ മർത്യാനാം അമൃതം ഹിനാം കർമ്മണ്യസ്മിൻ അനാശ്വാസേ ധൂമധൂമ്രാത്മനാം ഭവാൻ ആപായയത് ഗോവിന്ദ പാദപത്മാസവം മധു തുലയാമാലവേനാബീന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗീസംഗസ്യാമത്യാനം കിമിദാശിഷാം കോ നാമതൃപ്യേത് രസവിത് കഥായാം മഹത്തമൈകാന്തപരായണസ്യ നന്ദം ഗുണാനം ഗുണസ്യ ജന്മുർ യോഗേശ്വരോ യേ ഭവാ പാത്മമുഖ്യ തജ്ഞോ ഭവൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമൈകാന്തപരായണസ്യ ഹരേരുദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷതം നോ വിദ്നോതു വിദ്വൻ. ഋഷിമാർ പറഞ്ഞു, സഹസ്രാബ്ദം വാഴ്ക സൂത, വിമലം കൃഷ്ണകീർത്തിയെ സൽക്കരിക്കുന്നു നീ സൗമ്യൻ, മത്യർക്ക് അമൃതിൻ്റെ സം ഇക്കർമ്മത്തിൽ അനാശസ്തർ പുകമൂടിയതങ്ങളെ കുടിപ്പിക്കുന്നു ഗോവിന്ദ പാദപത്മാസവം ഭവാൻ. ഭഗവത് സംഗത്താൽ ലേശം പോലും മഹത്വം, സ്വർഗത്തേക്കാൾ മുക്തിയേക്കാൾ പിന്നെന്തിന് ഇതരമാം സുഖം. മഹത്വമേകാന്തപരായണന്റെ കഥാരസാസ്വാദകാമെങ്ങുതൃപ്തി നിർഗുണൻ തൻ സഗുണാവസാനം കണ്ടെത്തിയില്ല ഭവന ആത്മഭൂവും. മഹത്വമേകാന്തപരായണന്റെ മനോഭിരാമം ചരിതം വിശുദ്ധം കേൾപ്പിക്കണേ ഞങ്ങളെ വിസ്തരിച്ചു. വിദ്വാൻ മഹാഭക്തനുമായ താങ്കൾ. ഋഷിമാർ പറയണു, ഹേ സൂത, അങ്ങ് അനേക കാലം ജീവിച്ചിരിക്കട്ടെ, അങ്ങക്കെല്ല ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ യശസ്സിനെ കീർത്തനം ചെയ്യുകയല്ലേ, അങ്ങ് കീർത്തനം ചെയ്യുകയാണല്ലോ. ആ ഭഗവാന്റെ കീർത്തി മരണധർമ്മമുള്ള ഞങ്ങളുടെയൊക്കെ മരണത്തെ തടുക്കുകയാണ്. അമൃതിന് സദൃശ്യമായിട്ടുള്ള ആ ഭഗവത് കീർത്തനത്തെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയല്ലേ, അമൃത് നൽകുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെ ആ അമൃതിനെ, കൃഷ്ണാമൃതത്തിനെ ഞങ്ങൾക്കെല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന അങ്ങ് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയിട്ടിരിക്കട്ടെ. വിഘ്നങ്ങൾ അനേകമുള്ളത് കൊണ്ട് ഫലം സിദ്ധിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആ കർമ്മങ്ങളിലേർപ്പെട്ട് ഹോമധൂപങ്ങളിലെ ഉള്ള ഹോമത്തിൻ്റെയും ധൂപത്തിൻ്റെയും നിറമുള്ള ശരീരത്തോടു കൂടിയ ഞങ്ങളെ അനായാസേന ഫലത്തെ നൽകുന്നതും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഭഗവാന്റെ പാദപത്മത്തിൽ നിന്നൊഴുകുന്ന ആ ഭക്തിയെ ആദരപൂർവ്വം പാനം ചെയ്യിപ്പിക്കുകയാണ്. ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ കഥകളെ പറഞ്ഞ് അതിനെ ആ കഥാമൃതത്തെ പാനം ചെയ്യിക്കുന്നു. ഞങ്ങൾ ഹോമങ്ങളും പൂജകളൊക്കെ കഴിച്ചിട്ട് ഹോമധൂപങ്ങളിൽ വന്നിട്ട് അതിൻ്റെ പുകയും ഇതൊക്കെ പിടിച്ച് ഞങ്ങളുടെ അതായത് ആ കർമ്മങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷേ അതിനേക്കാളിലൊക്കെ
മീതിയാണ് ഈശ്വര കഥകളെ കേൾക്കുകയും ഭഗവാനെ അനുസ്മരിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്യണത് എന്നുള്ള മഹത്തായിട്ടുള്ള കാര്യം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൂലോ. കർമാനുഷ്ഠാനങ്ങൾ ഈ സത്രം ഒക്കെ തുടക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കർമാനുഷ്ഠാനങ്ങൾ വളരെയധികം ക്ലേശപ്പെട്ടതാണ്. പിന്നെ അതൊക്കെ ചെയ്തത് കൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് ആ കർമ്മങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കർമാടിസ്ഥാനത്തിൽ നമ്മൾ പൂജകളോ കാര്യങ്ങളോ അതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യം നേടാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ഒരു ച്യുതി ഉണ്ടാവുക, നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിന് എന്തെങ്കിലും ഒരു ച്യുതി ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, അല്ലെ വൃത്രാസുരൻ്റെ ജന്മകഥ ഭാഗവതത്തിൽ പറയും, ഒരു അക്ഷരം തെറ്റിയപ്പോഴാണ് അസുരൻ ജനിക്കാനിടയായത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ വിപരീത ഫലത്തിനെ കിട്ടിയെന്നും വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് തന്നെ വന്ന് ഞങ്ങൾക്ക് ഈ ഫലത്തെക്കുറിച്ചിട്ടൊക്കെ ഭഗവാന്റെ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ച്യുതിയുണ്ടോ അതൊക്കെ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കഥകളെ ഇവിടെ ഇരുന്ന് പറയണു, ഞങ്ങളെക്കൊണ്ട് നാമം ജപിപ്പിക്കണു. അപ്പം ഞങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും പരിശുദ്ധമായിട്ട് തീരണു. അങ്ങനെ ഞങ്ങൾക്ക് ആ ഭഗവാന്റെ ആ പരമാനന്ദത്തെ അനുഭവിക്കാനായിട്ട് അങ്ങനെ ഇടയാക്കി തീർക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള അങ്ങയെ പോലുള്ളവരുടെ സംസർഗം തന്നെയാണ് ഞങ്ങൾക്ക് ആനന്ദത്തെ ഉണ്ടാക്കുന്നത്. ഇതിനേക്കാളും വലുതിപ്പോൾ ഇവിടെ ഭഗവത് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം, മോക്ഷം തരാം എന്നൊക്കെ പറഞ്ഞാലൊന്നും ഞങ്ങൾക്കതൊന്നും വേണ്ട. സ്വർഗവും വേണ്ട, മോക്ഷവും വേണ്ട. ഞങ്ങൾക്ക് എപ്പോഴും അങ്ങ് ഭക്തിയോടുകൂടി ആനന്ദത്തോടുകൂടി കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞങ്ങളിതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക, അതുമാത്രം മതി. അതിനും വലുതായിട്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. മനുഷ്യർക്ക് രാജ്യം, ഐശ്വര്യം തുടങ്ങിയതിൽ സുഖം ഒക്കെ ഉണ്ടാകും, അതുപോലെ ഒക്കെ ഉണ്ടാവണില്ലേ. പക്ഷേ ആ സുഖങ്ങളൊക്കെ അടുത്ത നിമിഷം തന്നെ എന്തായിത്തീരും, ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നതാണ്. ഒന്നും സുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ദുഃഖം വരിക തന്നെ ചെയ്യും. എന്നാൽ ഈ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഇരിക്കുന്ന അങ്ങയെപ്പോലെയുള്ള സത്സംഗത്തിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനുണ്ടാവണ ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് എത്രയോ നിസ്സാരമായിട്ടുള്ള ഈ സുഖങ്ങൾ, അതിനേക്കാൾ എത്രയോ നിസ്സാരമാണ് ഈ സുഖങ്ങൾ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. രാജ്യാദി ഐശ്വര്യങ്ങളും സുഖങ്ങളും പോലും അതിനേക്കാളും വളരെ നിസ്സാരമായിട്ട് തീരണു. ഇതിലും മഹത്തായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഭക്തന്മാരോട് കൂടി ചേർന്നിരിക്കുക എന്നുള്ളത് ആ സ്വർഗത്തിൽ ഇരിക്കണേക്കാളും സുഖമാണ്. പിന്നെ ഭഗവാന്റെ കഥകൾ അങ്ങ് പറഞ്ഞു നിർത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നണു, നിർത്തരുതേ, ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എത്ര കേട്ടാലും പോരാ, ഇനിയും പറയണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ആ മഹാത്മാക്കൾ സർവദാ ആ ശ്രീഹരിയുടെ കഥയിൽ അങ്ങേക്ക് പറയാൻ വിരസത തോന്നി. എനിക്ക് മടിയാണ് മതി പറഞ്ഞത്. അങ്ങനെ തോന്നിയിട്ട് അങ്ങ് നിർത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എത്ര പറഞ്ഞാലും അങ്ങേക്ക് ഭഗവാന്റെ കഥ പറഞ്ഞാൽ അങ്ങേക്ക് തീരെ മതിയാവില്ല. അങ്ങോട്ട് പറയും തോറും അങ്ങേക്ക് അതിനോടുള്ള കൊതി വർദ്ധിച്ചു വരികയുള്ളൂ, അതിനോടുള്ളൊരു രതി വർദ്ധിച്ചു വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും മതിയാവില്ല, എത്ര കേട്ടാലും. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് നോക്കൂ, ആ ബ്രഹ്മാവും മഹാദേവനും ഒക്കെ ഈ കഥകൾ ഇവർക്ക് പോലും ആ ഭഗവാന്റെ ആ കഥകൾ കേട്ടിട്ടും പറഞ്ഞിട്ടും മതിയാവണില്ല. ഭഗവാന്റെ ആ അത്യത്ഭുതമായ ഗുണഗണങ്ങളെ മനസ്സിലാക്കാനും സാധിക്കണില്ല എന്നിരിക്കെ കേവലം മനുഷ്യരായ ഞങ്ങളെങ്ങനെയാണ് അറിയുക, ഞങ്ങൾക്കെങ്ങനെയാണ് അത് മതിയാവുക? അതുകൊണ്ട് ആ അവതാര ലീലകളെ എത്രയൊക്കെ ഉണ്ടോ, എങ്ങനെയൊക്കെ ഉണ്ടോ, അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അങ്ങനെ ഒരു കനിവുണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക. കാരണം കേൾക്കുന്നവർക്ക് വിരസതയുണ്ട് എന്ന് പറഞ്ഞാലും പറയുന്നവർക്ക് പറയാൻ കൊതിയുണ്ട് എന്നുള്ള പോലെ കേൾക്കുന്നവർക്ക് കേൾക്കാൻ കൊതി ഉണ്ടാവണം. പറയുന്നവരും കേൾക്കുന്നവരും ഒരേ തലത്തിലായാൽ മാത്രമേ പറയണ ആൾക്ക് പറയാൻ സാധിക്കുള്ളൂ. കേൾക്കണ ആൾക്ക് അത്ര കൊതിയില്ല എന്നുണ്ടെങ്കിൽ പറയണവർ അങ്ങനെ പറഞ്ഞു എന്ന് വരില്ല. അതേസമയം പറയുന്ന ആൾക്ക് തീരെ ഒരു
രസമില്ല, വിരസതയോടുകൂടിയാണ് പറയണമെന്ന് വെച്ചാൽ കേൾക്കണവർക്ക് അത് വേണ്ടതുപോലെ അനുഭവമാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയണം, അങ്ങക്ക് എത്രയാണോ ഭഗവത് കഥകൾ പറയാനായിട്ടുള്ള ഇഷ്ടം അത്രയും ഇഷ്ടം തന്നെ, ഒരു പക്ഷേ അതിലൊരു പടി കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് അത് കേൾക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ കഥ പറയണത് നിർത്തരുതെന്ന്. ഒരിക്കൽ ഒരു സപ്താഹം നടന്ന കാര്യം, അതായത് ഒരു ഇടത്തൊരു സപ്താഹം, ഒരു മഹാത്മാവ് സപ്താഹം നൽകിയ ആളുടെ പേരൊന്നും പറയണില്ല. അദ്ദേഹം സപ്താഹത്തിന് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഭാഗവതം ഇങ്ങനെ വായിച്ചപ്പോൾ ഈ വൃന്ദാവനത്തിലൊക്കെ പോയിയൊക്കെ വന്നിട്ട് ആ വൃന്ദാവനവും ആ ഗോവർദ്ധനവും ആ ഒരു 5-ാം ദിവസത്തെ പാരായണമാണ് നടക്കുന്നത്. ഗോവർദ്ധനകളും വൃന്ദാവനവും പിന്നെ ആ ഗോപികമാരുടെ രാസലീലയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാണ്ടങ്ങട്, ആ ഹൃദയം വല്ലാണ്ടങ്ങട് ദ്രവിച്ചു പോയി. അതിങ്ങനെ കൊതിക്കുക, ഇതുപോലെ പറയാനുള്ള ആ ആസക്തി വല്ലാണ്ട് ഉള്ളിൽ വന്നു അദ്ദേഹത്തിന്. എന്നിട്ട് അദ്ദേഹം വളരെയധികം ആ ഒരു എന്താ പറയുക, നിറഞ്ഞ പ്രേമത്തോടു കൂടിയിട്ട് അദ്ദേഹം ഇത് പറയാൻ ആരംഭിക്കുകയാണ്. ഇത് ഇങ്ങനെ പറയാനങ്ങോട്ട് ആരംഭിക്കുന്ന സമയത്ത് വേദിയിലിരിക്കുന്നവർ പരസ്പരം വർത്തമാനം എന്താ പറയണതെന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് ഉറക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറയണത് ഒരു 5 മിനിറ്റ് നിർത്തി നോക്കി. സാധാരണഗതിയിൽ ആ വേദിയിലിരിക്കുന്ന ഒരു മൈക്കിയെ കൂടെ പറയണത് നിർത്തിയാൽ കുറച്ചൊരു നിശബ്ദത വരും അവിടെ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മിണ്ടാണ്ട് നിന്ന് അപ്പോഴെങ്കിലും ഒന്ന് വേദിയിലേക്ക് ശ്രദ്ധിക്കും. ഇത് അതും ഉണ്ടായില്ല. അപ്പോഴും അവിടെ അവർക്കത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത ഒരു വിഷമായി. ഇദ്ദേഹം എന്ത് ചെയ്തു, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോയി. അദ്ദേഹം എണീറ്റ് പോയി, മറ്റുള്ളവർ പാരായണം തുടർന്നു. ഇതും വേദിയിലിരിക്കുന്നവരെ വലിയ കാര്യമായിട്ട് ബാധിച്ചൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് വല്ലാത്ത ആ ഭഗവാന്റെ കഥ വേണ്ടതുപോലെ അങ്ങനെ പറയാനായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു അന്തരീക്ഷത്തിൽ പറയാൻ സാധിച്ചില്ല. അപ്പോൾ അത് വല്ലാത്ത ദുഃഖം ഉള്ളിലുണ്ടായി. അങ്ങനെ ഇരിക്കണ ആ ഒരു സമയത്ത് സപ്താഹമുള്ളവരെ ഞാൻ വിളിക്കൽ കുറവാണ്. പക്ഷേ എന്തോ ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ ചില സമയത്തൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കാനൊരു കൊതി ഉണ്ടാവണ ഒരു സമയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന് പെട്ടെന്നൊന്ന് വിളിക്കുക വെച്ചാൽ അവരെങ്ങനെ വിളിക്കും, ഞാൻ അങ്ങനെ വിളിക്കില്ല, ഒന്ന് മിസ് കോൾ ഇട്ടിട്ട് വയ്ക്കും. അപ്പോൾ അവർ വായനയിലൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ സൗകര്യം പോലെ തിരിച്ച് വിളിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇത് ഒരു ബെല്ലടിച്ചപ്പോഴേക്കും അവിടെ നിന്ന് ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സപ്താഹത്തിലല്ലേ ഇപ്പോൾ വായനയില്ലേന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കണതൊന്നും അദ്ദേഹം കേൾക്കണില്ല. അദ്ദേഹം ആ ഭാഗവതത്തിലൊരു ശ്ലോകം അങ്ങോട്ട് ഉദ്ധരിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങോട്ട് പറഞ്ഞ് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അത്യത്ഭുതമായിട്ടുള്ള ആ ഭഗവാന്റെ ആ വൃന്ദാവന ലീലകൾ, രാസലീലകൾ അങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അവസാനം അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി കണ്ണ് നിറയുണ്ടെന്ന് എനിക്ക് ബോധ്യമായിരിക്കണം, ഓർത്തിരുന്ന് ബോധ്യമായി. എന്തോ ഭഗവാന്റെ സുഹൃതം കൊണ്ട് ഫോണിൻ്റെ ശബ്ദം പോവുകയെ ഒച്ച കുറയേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളെ ഫോണുകൾക്കൊക്കെ കുറച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട കേൾക്കില്ല, അങ്ങനെ വിട്ടൊക്കെ കേൾക്കുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടായില്ല. പൂർണ്ണമായിട്ടും ഒരു കണ്ണടച്ചിങ്ങനെ ഇരുന്നപ്പോൾ സപ്താഹവേദിയുടെ മുന്നിലിരുന്ന് സപ്താഹം കേട്ട അനുഭവമായി. അത്രയും വലിയൊരു അനുഭവം അങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം, കേൾക്കാനുള്ളൊരു ഇഷ്ടം കൂടി ഇപ്പോൾ അദ്ദേഹം ഇത്രയും വളരെ വലിയ സദസ്സിൽ പറയാൻ പറ്റാത്ത കാര്യം അദ്ദേഹം ഇവിടെ ഒരാൾ കേൾക്കണം, അങ്ങനെ ഒരു ഭാവത്തിൽ അദ്ദേഹം മുന്നിൽ ആ വിളിച്ചത് ശരിക്കും രാധാറാണി. അദ്ദേഹം പറഞ്ഞു രാധാറാണി തന്നെ കഥ കേൾക്കാൻ വിളിച്ചതായിട്ടാണ് എനിക്ക് അനുഭവം. അദ്ദേഹം കഥ പറഞ്ഞ മുഴുവൻ രാധാറാണിയോടാണ്, പക്ഷേ എനിക്ക് കഥ പറഞ്ഞു തന്നത് മുഴുവനും രാധാറാണി തന്നെയാണെന്നുള്ള ഭാവത്തിലാണ് ഞാനിരുന്ന് കേട്ടത്. കാരണം അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു ഞാനും ഇരുന്നിരുന്നത്. അതൊക്കെ അപൂർവമായിട്ട് നമുക്ക് ലഭിക്കുന്ന സത്സംഗങ്ങളാണ്. അപ്പോൾ അതാണ് പറയുന്നത്, സത്സംഗത്തിലിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാനായിട്ട് ഇരിക്കണം. ഒരാളെ ഉള്ളൂ വെച്ചാൽ ആ ഒരാൾക്ക് വേണ്ടി പറയാൻ നമുക്ക് സാധിക്കണം. ഒരാളെങ്കിലും അദ്ദേഹം എന്ന് പറഞ്ഞു, ഒരാളെങ്കിലും ആ വേദിയിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ നോക്കിയപ്പോൾ ആർക്കും അങ്ങനെ ശ്രദ്ധ എനിക്ക് തോന്നിയില്ല. എൻ്റെ ദോഷം കൊണ്ടാണോ എന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതാണ് ഈ സത്സംഗത്തിൻ്റെ ഒരു മഹത്വം എന്ന് കേൾക്കുന്നവർ. ഇവരതുകൊണ്ടാണ് പറയണത്, ഞങ്ങൾക്ക് കേൾക്കാൻ വിരസത തോന്നുന്നുണ്ട് എന്ന് തോന്നി അങ്ങ് നിർത്തരുത്. ഞങ്ങൾക്കിത്
എത്ര കേട്ടാലും മതിയാവില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കൂ, ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം എന്ന് പറയാം. അതുകൊണ്ട് ഹേ സുധ, ഭഗവാനെ തന്നെ പ്രധാനമായിട്ട് കരുതിയിരിക്കണ ഈശ്വരനാണല്ലോ, സർവം ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാനല്ലാതെ ഒന്നുമില്ല എന്നാണല്ലോ അങ്ങയുടെ ആ ദൃഢത. അങ്ങനെയുള്ള അങ്ങ് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും, വേറെ ആരെയും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല. ആ ശ്രീഹരിയുടെ പരിശുദ്ധവും ആ സർവാഭീഷ്ടപ്രദവുമായിട്ടുള്ള ആ ചരിതത്തെ വിസ്തരിച്ച് പറഞ്ഞു തരാൻ അങ്ങല്ലാണ്ട് ഞങ്ങൾക്ക് ആരുമില്ല. അങ്ങേപോലെ പറയാൻ വേറെ ആർക്കും സാധിക്കില്ല. അത് വേണ്ടതുപോലെ വേറെ എവിടെയും ഞങ്ങളുടെ ശ്രദ്ധ തിരിയാണ്ട് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾക്ക് പറഞ്ഞു തരൂന്ന് ഇവിടെ പറയാണ്. അവർ പറയണു. ഹരേ ഗുരുവായൂരപ്പ. സവൈ മഹാഭാഗവത പരീക്ഷിത് യേനാപവർഗ്യാഖ്യം അഭദ്രബുദ്ധി ജ്ഞാനേന വൈയാസകി ശബ്ദിതേന ഭേജേ ഗജേന്ദ്രധ്വജപാദമൂലം തജ്ഞപരം പുണ്യമസം അസംവ്യഥാർത്ഥം ആഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം ആഖ്യാഹ്യനന്ദാചരിതോ ഭവന്നം പാരീക്ഷിതം ഭാഗവതാഭിരാമം. ഏതോ മഹാഭാഗവതൻ പരീക്ഷിത് അതിപ്രബുദ്ധൻ ചുഗവാണി കേൾക്കേ ദിവ്യം ഗഗേന്ദ്രധ്വജപാദമൂലം പ്രാപിക്കുവാനുള്ള അറിവാക്കി മാറ്റി. ഏതോ പരം പുണ്യ അസംവ്യഥാർത്ഥം ആഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം ചൊല്ലൂ പരീക്ഷിത്തു നുകർണധാമ കഥാരസം ഭാഗവതാഭിരാമം. അപ്പോൾ പറയാണ്, അങ്ങനെ ആ കഥ ഞങ്ങളോട് വിസ്തരിച്ച് പറയണം. അത് അതിസൂക്ഷ്മമായ കാര്യത്തെ അറിയാൻ തക്ക ബുദ്ധിശക്തിയുള്ളവനും പരമഭക്തനുമായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് ആ വേദവ്യാസപുത്രനായിട്ടുള്ള ആ ശൗനകമുനി ഉപദേശിച്ചിട്ടുള്ള ജ്ഞാനം കൊണ്ട് ആ മോക്ഷത്തിനെ ആ ശ്രീഹരിയുടെ പദമൂലത്തെ പ്രാപിച്ചുല്ലോ. അപ്പോൾ അങ്ങനെ അന്ധക്കരണ ശുദ്ധിയാൽ ഏറ്റവും പുണ്യമായതും ഏറ്റവും ആശ്ചര്യവുമായിട്ടുള്ള ആ ഭഗവാന്റെ കഥകളുണ്ടല്ലോ, ആ കഥകളെ വിവരിച്ച് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശിച്ച ആ ഭക്തന്മാരുടെ മനസ്സിനെ അത്യന്തം ആനന്ദിക്കുന്ന ആ ചരിതത്തെ ഞങ്ങൾക്കും കൂടി കേൾക്കാൻ കൊതിയുണ്ട്. അങ്ങക്ക് കാരുണ്യം ഉണ്ടായിട്ട് ഞങ്ങളോടും അത് വിസ്തരിച്ച് പറയണേ, അതിലെ ഉപേക്ഷയൊന്നും വിചാരിക്കരുതെന്ന് ആ ഋഷീശ്വരന്മാർ പറയാണ്. സൂത ഉവാച അഹോ വയം ജന്മഭൃബോധിഹാസ്മ വൃദ്ധാനുവൃത്യാപി വിലോമജാത ദൗഷ്കുല്യം ആധിം വിധുനോതി ശീഘ്രം മഹത്തമാനം അഭിധാനയോഗ കുത പുനർഗൃണതോ നാമ തസ്യ മഹത്തമൈകാന്തപരായണസ്യ യോനന്ദശക്തിർഭഗവാനനന്ദോ മഹദ്ഗുണത്വാദയം അനന്തമാഹു. ഏതാവതാലം നനുസൂചിതേന ഗുണർ അസാമ്യൻ അതിശായനസ്യ ഹിത്വേതരൻ പ്രാർത്ഥയതോ വിഭൂതിർ യസ്യാഘ്രിരേണും ജുഷതേനഭിൽസോ തദാപി യത്പാദനഖാവസൃഷ്ടം ജഗദ്വിരിഞ്ചോ ജഗദ്വിരിഞ്ചോപഹൃദാർഹണാംഭ ശേഷം പുനത്യാൻ നൃതമോ മുകുന്ദാത് കോ നാമ ലോകേ ഭഗവത്പദാർത്ഥ യത്രാനുരക്ത സഹസൈവ ധീര വൃപോഹ്യ ദേഹാദിഷു സംഗമൂഢം
വ്രജന്തി തത്പാരമഹംസ്യമന്ത്യം യസ്മിൻ അഹിംസോപശമസ്വധർമ്മ. സൂതൻ പറഞ്ഞു, വൃദ്ധാതരത്താൽ ചരിതാർത്ഥരിപ്പോൾ വിലോമജാതിവ്യത ഞങ്ങൾ പോലും കുലാഭിമാനക്കുറവിൻ്റെ ദുഃഖം മഹാമനസ്സല്ലാപമകറ്റിയല്ലോ അനന്തശക്തൻ ഭഗവാൻ. അനന്ത മഹദ്ഗുണം മൂലമനന്തനാമി മഹത്തമൈകാന്തപരായണൻ്റെ നാമം ജപിപ്പോനതിധന്യനല്ലോ. ചൊന്നേൻ അതിശായനൻ്റെ അതിശായനൻ്റെ ഗുണങ്ങൾ ഏറെ പറയേണ്ടതില്ല. കാമിക്കുവോരിൽ കനിയാതെ ലക്ഷ്മി സേവിപ്പത നിസ്പൃഹപാദരേണു എന്നല്ല തൽപാദ നഖാവശിഷ്ടം ദാത്രാർപ്പിതാംബസ്സു വിശുദ്ധി നൽകി. ജഗത്തിനും ശങ്കരനും മുകുന്ദനല്ലാതെ ആരുണ്ടിഹ മോക്ഷവസ്തു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കഥ കേൾക്കണം എന്നാണല്ലോ നിങ്ങൾക്ക് ആഗ്രഹം. അപ്പം നമുക്ക് ജാതിയോ മതമോ കുലോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത്. ഏതിൽ ജനിച്ചാലും നമുക്ക് എന്ത് ഈശ്വര കഥകളെ കേൾക്കണം എന്ന് ആരാഗ്രഹിക്കണോ അവരൊക്കെ ശ്രേഷ്ഠ കുലത്തിൽ വന്ന് പെട്ടു. കാരണം ഭഗവാന്റെ ഭക്തഗണത്തിൽ വന്ന് പെട്ടു. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. അപ്പോൾ ആ മഹാത്മാക്കാരായിരിക്കുന്നവർ സാധാരണമായ ഒരു സംഭാഷണം ആ ദുഷ്കുലത്തിലൊക്കെ ജനിച്ചവരുടെ ദോഷത്തെയും അത് ആ മനസ്സിലുള്ള ദുഃഖത്തെയൊക്കെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭഗവത് കഥകൾ കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കണം. നിങ്ങളുടെയൊക്കെ മഹത്വം പറയാനുണ്ടോ? അപ്പോൾ ഏകാന്തമായി ശരണം പ്രാപിച്ച ഭഗവാന്റെ നാമകീർത്തനം ചെയ്യുന്നത് ആരാണോ ആ പുരുഷൻ്റെ സംഭാഷണ യോഗം എത്ര താണവംശത്തിൽ നമ്മൾ താണവംശം എന്ന് പറഞ്ഞാൽ പല ഈ ജാതി അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരോ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഓരോരോ ജന്മങ്ങളെടുത്തിട്ട് ഓരോ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് വരുന്നുണ്ടല്ലോ, അതിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഏതിൽ ആയാൽ പോലും ഭഗവത് കഥകളെ കൊണ്ട് അതിൽ നിന്നൊക്കെ അഭിവൃദ്ധി ബാധിച്ച് ഉന്നതത്തിലേക്ക് എത്തുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്ത ഗുണങ്ങളെ ആരാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ജന്മജന്മാന്തരങ്ങളിൽ ലഭിച്ചിട്ടുള്ള ജന്മജന്മാന്തരങ്ങളായിട്ട് നാമം ജപിച്ച് ആർജിച്ചിട്ടുള്ള ആ പുണ്യം കൊണ്ടാണ് ഈ ജന്മത്തിലിതാ ആ ഈശ്വര കഥകളെ കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം അപ്പോൾ കർമ്മങ്ങളൊക്കെ ദോഷങ്ങൾ നാമജപം കൊണ്ട് നീങ്ങിയിട്ട് ഈശ്വരന് കഥ കേൾക്കണം എന്നുള്ള കൊതി ഉണ്ടാവണം. അങ്ങനെ ആ കൊതി കൊണ്ട് ഇരിക്കുമ്പോൾ അതിന് അവസരങ്ങൾ വന്നു ചേരുന്നു. ആ അവസരങ്ങളെ വേണ്ടതുപോലെ അതിനെ സ്വീകരിച്ചിട്ട് ഭഗവാന്റെ കഥകൾ കേട്ട് നാമോച്ചാരണത്തിലൂടെ കഥകൾ കേൾക്കുമ്പോൾ മാത്രമല്ല നാമം ജപിക്കുക തന്നെ വേണമല്ലേ. ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഓരോ അധ്യായം കഴിയുമ്പോഴും പറയൂലേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന്. അപ്പോൾ ആ ശ്രവണം മാത്രമല്ല, നാമോച്ചാരണം, ശ്രവണം എന്നിവയിലൊക്കെ പിന്നെ അതുമാത്രമല്ല ഭഗവാന്റെ കഥകളെ കേട്ട കഥകളെ നമുക്ക് അറിയുന്നത് പോലെ മറ്റുള്ളവർക്ക് പറയാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവുക. കാരണം നമുക്ക് അനുഭവിച്ച അനുഭവം വേറൊരാൾക്ക് പകർന്നു കൊടുക്കുക. നല്ലൊരു വസ്തു നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയ അപൂർവമാണ്. നല്ലൊരു വസ്തു കയ്യിൽ വന്നാൽ നമുക്ക് എല്ലാവർക്കും അത് പങ്കുവെച്ച് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം അല്ലേ. തന്നെത്താനങ്ങോട്ട് ഭക്ഷിക്കുകയല്ലല്ലോ വേണ്ടത്. അപ്പോൾ അതുപോലെ ഇതിലും ശ്രേഷ്ഠമായിട്ട് ഒന്നും കിട്ടാനില്ല. അതെല്ലാവർക്കും പകർന്നു കൊടുക്കുക. ഇതോടൊക്കെയാണ് ധന്യമായിട്ട് തീരുക. അങ്ങനെ ഭഗവത് ഗുണങ്ങളെ വർണ്ണിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉണ്ടല്ലോ, അത് അനുഗ്രഹം തന്നെയാണ് എന്ന് പറയാം.
അത് മാത്രമല്ല പിന്നെതാ ഇത് വിസ്തരിച്ച് പറയാനായിട്ട് ആർക്കും കഴിയില്ല. ഭഗവാന്റെ ഗുണങ്ങളെ വിസ്തരിച്ച് പൂർണ്ണമായിട്ട് പറയാൻ ആർക്കും സാധിക്കില്ല. ലക്ഷ്മി ഭഗവതിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാദി ദേവന്മാരെയൊക്കെ ആരെ പ്രാർത്ഥിക്കണു? ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ആ പരമപുരുഷൻ്റെ ആ പാദത്തെ ആശ്രയിച്ചുകൊണ്ട് ആ പാദത്തെ വിട്ടുപിരിയാണ്ട് ആ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും മഹിമയുള്ള ആ ഭഗവാന്റെ ഗുണഗണങ്ങളെയൊക്കെ ആരെക്കൊണ്ട് പറയാൻ സാധിക്കില്ല പൂർണ്ണമായിട്ട് പറയാൻ. മാത്രമല്ല ആ ഭഗവാന്റെ പാദനഖത്തിൽ നിന്ന് ഒഴുകിയതും ആ ബ്രഹ്മദേവനായിക്കൊണ്ട് സമർപ്പിച്ച് ഗംഗാജലം ഉണ്ടല്ലോ, ആ ഗംഗാജലം ആ സാക്ഷാൽ ശ്രീപരമേശ്വരനെയും, പരമേശ്വരന് മഹാദേവൻ, പരമശിവൻ എന്നൊക്കെ പേരുണ്ടാവാൻ കാരണം തന്നെ ആ ഗംഗാജലം ശിരസ്സിൽ ധരിച്ചത് കൊണ്ടാണ്. അവരെയൊക്കെ പരിശുദ്ധമാക്കണു. അങ്ങനെ ആ ഭഗവാന്റെ ആ പാദസ്പർശനം കൊണ്ട് സിദ്ധിച്ചിട്ടുള്ള ആ ജലത്തിന് അത്രയും മഹിമയുണ്ട്. സകല സങ്കടങ്ങളിൽ നിന്നും ഭക്തന്മാരെ മോചിപ്പിച്ച് പരമപദത്തെ നൽകുന്ന ആ ഭഗവാന്റെ പാദത്തിന്, ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ മുകുന്ദൻ എന്ന് ഭഗവാന് പേര് വരാനായിട്ട് കാരണം തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ്. ഇതുപോലെ മറ്റൊരു ഈശ്വരഭാവം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ആ ഭഗവാനിൽ നിന്നുള്ള പരമപ്രേമം ലഭിക്കാൻ സാധിക്കാമെന്ന് വിചാരിച്ചാൽ അത് ആർക്കാണോ ആ പ്രേമം ഉണ്ടാവണം അവരുടെ ഉള്ളിൽ നിന്ന് അഹിംസയൊക്കെ ഇല്ലാണ്ടാവണു. അവരുടെ ഉള്ളിൽ കാമക്രോധാദി ലോഭമോഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് നശിച്ചു പോവുകയാണ് ചെയ്യണത്. അങ്ങനെ അവരെന്ത് ചെയ്തു? പരമഹംസന്മാരുടെ ഉയർന്ന നിലയെ പ്രാപിക്കാനായിട്ട് ഇടവരുന്നു. അപ്പോൾ ദേഹത്തിന് അതിൻ്റെ ധർമ്മത്തിൻ്റെ ആ ധർമ്മമുണ്ട്, ദേഹത്തിന് അതിൻ്റേതായ ധർമ്മമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വിശപ്പ്, ദാഹം ഒക്കെ, ഉറക്കം ഇതൊക്കെ ഉണ്ടാവണത്. അപ്പോൾ ആ ഭഗവാനോട് നമ്മൾ അടുക്കും തോറും നമ്മുടെ ഈ വിശപ്പും ദാഹവും ഉറക്കമൊന്നും ഈ ദേഹധർമ്മങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിട്ടു പോണു. അങ്ങനെ പൂർണ്ണമായിട്ട് ഭഗവാനിൽ നമ്മൾ വിലയം പ്രാപിക്കുമ്പോൾ അത് ആ ദേഹബുദ്ധി ദേഹാഭിമാനമൊക്കെ ആയിട്ട് ദേഹത്തെ മറന്നിട്ട് അഭയം പ്രാപിക്കുന്നവനാണ്. അങ്ങനെ പ്രാപിക്കാനായിട്ട് സാധിക്കുക ചെയ്യണത്. ഈശ്വര കഥകൾ കേട്ട് നാമം ജപിക്കുമ്പോഴൊക്കെ ആ നാമജപത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ലഭിക്കുക. ജന്മജന്മാന്തരങ്ങൾ ചെയ്ത നാമജപത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള സത്സംഗങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് നാമജപത്തിന് തന്നെ പ്രാധാന്യം ഇവിടെ പറയുന്നു. അഹം ഹി പൃഷ്ടോര്യമണോ ഭവൽഭിർ ആജക്ഷ ആത്മാവഗമോത്രയാവൻ നഭപദന്ത്യാത്മ സമം പദത്രിണ യഥാസമം വിഷ്ണുഗതിം വിപശ്ചിത ഏകധാധനുർ ഉദ്യമ്യ വിചാരൻ മൃഗയം വനെ മൃഗാൻ അനുഗതശ്രാന്താക്ഷുദിതോ പൃശം ജലാശയം അജക്ഷോണ പ്രവേശിത തമാശ്രമം ദദർശ മുനിമാസീനം ശാന്തം മീലിതലോചനം പ്രതിരുദ്ധേന്ദ്രിയ പ്രാണമനോബുദ്ധിം ഉപാരതം സ്ഥാനത്രായത് പരം പ്രാപ്തം ബ്രഹ്മഭൂതം അവിക്രിയം വിപ്രകീർണ ജടാച്ഛന്നം രൗരവേണാജിനേന ച വിശുഷ്യത് താലൂർ ഉദകം തഥാ ഭൂതം അയാചതാം അബ്ധതൃണ ഭൂമ്യാതിർ അസംപ്രാപ്താർഘ്യ ശൂന്യത അവജ്ഞാതം ഇവാത്മാനം മന്യമാനാശ്ചുകോപഃ അഭൂതപൂർവസഹസാ ക്ഷുദ്രിടാഭ്യാം അർദ്ധിതാത്മന ബ്രഹ്മണം പ്രത്യഭൂത് ബ്രഹ്മൻ മത്സാരോ മന്യുരേവ ച സദു ബ്രഹ്മാർഷേർ അംസേ ഗദാസും ഉരകം രുഷ വിനിർഗച്ഛൻ ധനുഷ്കോഢ്യ നിധയാപുരം ആഗമത്. കൃഷ്ണാനുരക്തർക്കു ലഭിപ്പു ധൈര്യം
ദേഹേച്ഛ മുറിച്ചകറ്റാൻ അവർക്കു ഹിംസോപശമം സ്വധർമ്മം അവർക്കു തൻ പാരമഹംസ്യ ശാന്തി ചോദിക്കയാലെന്നറിവിൻ പഠിക്കൂ വേദജ്ഞരെ വൈഷ്ണവമോതിടുന്നു സ്വശക്തിയോളം വിഹരിച്ചിടുന്നു വാനിൽ ഗഗം വാക്കിൽ വിഭശ്ചിതന്മാർ പരീക്ഷിത്തൊരു നാൾ കാട്ടിൽ നായാടി സഞ്ചരിക്കവേ മൃഗാനുഗതനായി ക്ഷുദ്ധാഹാർത്തി കൊണ്ടു തളർന്നുപോയി ജലാശയങ്ങൾ കാണാഞ്ഞു ചെന്നു പൂകിയൊരാശ്രമം അവിടെ കൺപൂട്ടി വാഴുന്നുണ്ടേതോ മുനിശാന്തനായി പ്രാണേന്ദ്രിയ മനോബുദ്ധി നിയന്ത്രിതാനുഭാരതൻ ഹരേ കൃഷ്ണ തുരീയാവസ്ഥിതൻ ബ്രഹ്മ സമാധിസ്ഥൻ അവിക്രിയൻ വിപ്രകീർണ ജടാച്ഛന്നൻ കൃഷ്ണാജന ഉടുത്തവൻ അവനോടാരാഞ്ഞു ഭൂപൻ വെള്ളം തൊണ്ട വരണ്ടവൻ ഇല്ല കാൽ കഴുകാൻ വെള്ളം ഇരിക്കാൻ പുല്ല് ഭൂമിയും അപമാനിതനായി ഞാനെന്നോർത്തു കോപിച്ചു നൃപൻ. ഹരേ കൃഷ്ണ. ക്ഷുത്സാപീഡിതൻ ഭൂപൻ ഉടനെ തോന്നി മത്സരം കോപവും ബ്രഹ്മജ്ഞനോട് പണ്ടുണ്ടാവാത്ത മാതിരി ചത്ത പാമ്പിനെ വിൽക്കൊമ്പാൽ ഇട്ടു കോപിച്ച ഭൂപതി ബ്രഹ്മർഷിയുടെ കണ്ഠത്തിൽ പൂകി പിന്നെ നിജാലയം. സൂര്യതുല്യമായിട്ടുള്ള ആ വേദസ്വരൂപന്മാരായ നിങ്ങൾക്ക് വേദസാരം അറിയുന്ന ആ ഭഗവാന്മാർ ആ ഭഗവാന്റെ കഥ കേൾക്കണമെന്ന് പറഞ്ഞുല്ലോ. അത് എനിക്ക് അത്ര നന്നായിട്ടൊന്നും കഥ പറയാനൊന്നും അറിയില്ല. എങ്കിലും അറിയുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ്. ഭഗവാന്റെ ആദ്യം അവസാനമില്ലാണ്ടുള്ള ആ കഥകൾ എല്ലാം ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഓരോന്നിലും ആ ഈശ്വര ചൈതന്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ കഥകളെ എങ്ങനെയാണ് പണ്ഡിതന്മാർക്ക് പോലും അത് പൂർണ്ണമായിട്ട് വർണ്ണിക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ അവരുടെ അറിവിനനുസരിച്ച് ആ ലീലകളെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ അറിവിനനുസരിച്ചിട്ട് പറഞ്ഞു തരാം. സൂര്യൻ വേദസ്വരൂപനാണെന്ന് ശ്രുതിസ്മൃതികളൊക്കെ ഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വേദവിജ്ഞാനത്താൽ ശൗനകാദികളും അത് വേദാർത്ഥം അറിയുന്നവരാണ് എന്നാണ് അഭിപ്രായം. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ വേദം നന്നായിട്ട് അറിയുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളോട് ഞാൻ എൻ്റെ അറിവ് പോലെ പറഞ്ഞു തരാം. എനിക്ക് അത്ര അറിവില്ല എന്ന് പറയുകയാണ്. ഒരു ദിവസം പരീക്ഷിത് മഹാരാജാവ് അമ്പും വില്ലൊക്കെ എടുത്തിട്ട് വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മൃഗയാ വിനോദത്തിന്. മഹാത്മാക്കളെ ഒന്നും കൂടി അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അന്നേ ദിവസം മൃഗയാ വിനോദത്തിന് പോവുകയെന്ന് വെച്ചാൽ അത് ശരിക്കും രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പലതവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അതൊരു വിനോദമല്ല. നായാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വിനോദമല്ല. എന്താണ്, പണ്ട് കാലത്ത് ധാരാളം കാടുകളുണ്ടായിരുന്നു. ആ കാടുകളും നാടുകളും തമ്മിൽ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു അതിർത്തി ഇങ്ങനെ വേർതിരിച്ച് അങ്ങനെ ഒരു അതിർത്തി ഇല്ല. അപ്പം ചില സമയത്ത് ഈ ഉൾക്കാടുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്രൂരരായിട്ടുള്ള ആന, കരടി, സിംഹം അങ്ങനെയുള്ള ക്രൂര ജന്തുക്കൾ ചിലപ്പോൾ ഈ നഗരത്തിലേക്ക് അതിർത്തി ലംഘിച്ച് വരും. അങ്ങനെ വരികയാണെങ്കിൽ അവർ ഉപദ്രവകാരികളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വന്നാൽ ജനങ്ങൾക്ക് അത് ഉപദ്രവമായിട്ട് തീരും. അപ്പോൾ അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് രാജാവ് തൻ്റെ ആ പ്രജകളോടൊപ്പം പോയിട്ട് ആ വനത്തിൻ്റെ അതിർത്തി പ്രദേശത്തിലൂടെ ഇങ്ങനെ കുതിരക്കുളമ്പടിയും ഞാണൊലിയുടെ ശബ്ദവും പെരുമ്പറയൊക്കെ മുഴക്കിയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ അവിടെ നിന്ന് അതിർത്തിയിലേക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഉൾക്കാടിലേക്ക് ഓടിപ്പോവും. അതേസമയം ഇതുപോലെ ഉപദ്രവശാലികളായിട്ടുള്ള മതയാനകൾ, ക്രൂരന്മാരായിട്ടുള്ള സിംഹം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് മാത്രം അങ്ങനെയുള്ള ഉപദ്രവ ബുദ്ധിയുള്ളവരെ എങ്ങനെയായാലും അവർ പിന്തിരിയാണ്ട് ഉപദ്രവിക്കാൻ വരും എന്നുള്ളവരാണെങ്കിൽ ചാടി വീഴും ഇവരുടെ നേരെ. അപ്പോൾ ആ സമയത്ത് അവരെ വധിക്കാം. ആ മൃഗം കാരണം ആ മൃഗം കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാവും.
അതുകൊണ്ട് ആ മൃഗത്തിനെ വധിക്കുക. അങ്ങനെ മൃഗത്തിനെ വേട്ട ചെയ്യാൻ മൃഗവേട്ട പാടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ആയുധാഭ്യാസം ഉണ്ടല്ലോ, അതിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് പറന്നു പോണ പക്ഷികളെയോ വെള്ളം കുടിക്കുന്ന മാനുകളെ അങ്ങനെയൊന്നും ചെയ്യാം, പിന്നെ ഭക്ഷണത്തിനൊക്കെ ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അത് വിരുദ്ധമാണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ദിവസം പോയതാണ് നമ്മുടെ പരീക്ഷിത് മഹാരാജാവ്. അപ്പോൾ പറയാണ്, എവിടെ കലിക്ക് ഇരിക്കാവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിംസ എവിടെയുണ്ടോ അവിടെ കലിക്ക് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു കാര്യത്തിന് തന്നെയാണ് പോണത്. പിന്നെ മാത്രമല്ല, മഹാത്മാക്കൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ജരാസന്ധൻ്റെ കിരീടം എടുത്തു വച്ചിട്ടാണ് പോയതത്രേ. അപ്പോൾ അവിടെ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ധനത്തിലും ആയിരിക്കും കലിക്ക് പ്രവേശിക്കാൻ. ഏതെങ്കിലും നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, കലി ചെന്നായെ പോലെ തക്കം പാർത്തിരിക്കാൻ, അവസരം കിട്ടിയാൽ ചാടിപ്പിടിക്കാൻ. അപ്പോൾ ഈ വക കാരണങ്ങളെ കൊണ്ട് കലിക്ക് ബാധിക്കാനായിട്ടുള്ളൊരവസരം കിട്ടി പരീക്ഷിത് മഹാരാജാവിന്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ പോവുകയാണ്. പോണ സമയത്ത് അവിടെ ആൾക്ക് വല്ലാത്ത ദാഹം തോന്നി. അപ്പോൾ ദാഹം ശമിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ജലാശയങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്തു, അടുത്തൊരു ആശ്രമം കണ്ടു. അപ്പോൾ അവിടെ പോയാൽ ജലം ലഭിക്കും വെച്ചിട്ട് അവിടെ ആശ്രമത്തിൽ നോക്കിയപ്പോൾ അവിടെ ഒരു മുനി ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകിയാൽ ക്ഷീണം മാറും. അതിന് പോലും ഒരു തുള്ളി വെള്ളം അവിടെ കാണാനില്ല. എവിടെയും ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അപ്പോൾ വേഗം ചെന്നിട്ട് ആ മുനിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പരീക്ഷിത് മഹാരാജാവാണ്, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ജലം തരണം. ശമീക മഹർഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താണ്, തീവ്രമായ തപസ്സിലാണ് അദ്ദേഹം. അത് ആ ശരീരബോധമൊക്കെ വെടിഞ്ഞിട്ട് അത്രയും ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ പുറമേ നിന്നുള്ള ശബ്ദങ്ങളൊന്നും അദ്ദേഹം കേൾക്കില്ല. കാരണം ആ ഭഗവാനിൽ ലയിച്ച് സമാധിയിലിരിക്കുകയാണ്. നമ്മൾ ആ ശരീരത്തെ തൊട്ടാൽ പോലും അവർക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇരിക്കണത്. അപ്പോൾ അങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ ഇദ്ദേഹം അത് കണ്ണു തുറക്ക് ആ രാജാവാണെന്ന് കണ്ടിട്ട് രാജാവിനെ വേണ്ടതുപോലെ പാദമൊക്കെ കഴുകി സ്വീകരിച്ച് പൂജിച്ച് അങ്ങനെ വേണമല്ലോ രാജാവിനെ. അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചു, പല പ്രാവശ്യം രാജാവ് ആവർത്തിച്ചു, വെള്ളം വേണം, ദാഹിക്കണമെന്ന്. എന്നിട്ട് കേൾക്കാത്ത ഭാവത്തിലിരിക്കുകയാണ് എന്ന് ഒരു തോന്നൽ ഉള്ളിലുണ്ടായി. കാരണം ആ തോന്നലുണ്ടാവാൻ കാരണം ഉള്ളിലെ കലി ബാധിച്ചത് കൊണ്ടാണ്. അപ്പം പിന്നെ ആ വിശപ്പ്, ദാഹം, ശരീരബോധം എപ്പോഴാണോ ഉണ്ടാവണേ അപ്പോഴാണ് ഈ കലി കൂടുതലായിട്ട് ബാധിക്കുക. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കയ്യിന് വേദന, കാലിന് വേദന, അതിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലി കൂടുതൽ പ്രഭാവത്തോടു കൂടിയിട്ട് അവിടെ പ്രവർത്തിക്കുക. അപ്പം നമുക്ക് കൂടുതൽ, അതേസമയം ആ ഭഗവാനെ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ മനസ്സ് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മുടെ അനുഭവം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമത്തിലോ വേദനയിലോ ഇരിക്കുമ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ കുട്ടികളോട് പറയും ഇഞ്ചക്ഷനൊക്കെ ചെയ്യണ സമയത്തെ എന്നോടൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അത് നോക്കൂ, അവിടെ ഒരു പച്ചില കണ്ടോ, ആ പച്ചിലയിലേക്ക് നോക്കാൻ പറയും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, ആ ഏത് പച്ചിലയിലേക്ക് നോക്കിയാൽ വാഴയുടെ ഇലയിലേക്ക്. വാഴയുടെ ഇലയെല്ലാം നോക്കണ്ടേ, അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഒരു പ്ലാവ് നിൽക്കണുണ്ടോ, അതിൻ്റെ ചാഞ്ഞു വരുന്ന ആ കൊമ്പില്ലേ, ആ കൊമ്പിലുണ്ടല്ലോ ഒരു നല്ല തളിർത്ത പച്ചയില്ലേ, ആ പച്ചയിലേക്കാണ് നോക്കണ്ടേന്ന് പറയും. അപ്പം നമ്മൾ പ്ലാവ് എവിടെയാണ്, തളിർത്ത പച്ച എവിടെയാന്നൊക്കെ തപ്പി പിടിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞുണ്ടാവും. വേഗം അവർ പഞ്ഞെടുത്ത് ഒഴിയാൻ പൊക്കോളോ. വേദന എടുത്തു, വേദന എടുത്തില്ലേ. കാരണം എന്താ വെച്ചാൽ അതിൽ ശ്രദ്ധിച്ചില്ല, അതന്നെ കാരണം. അതേ സമയത്ത് അല്ലാണ്ട് ഇഞ്ചക്ഷൻ എടുത്താൽ നമുക്ക് വേദന എടുത്തിട്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞാലും വേദന എടുത്തിട്ട് പൊളയും നമ്മൾ, അല്ലേ. പണ്ട് കാലത്ത് ഇഞ്ചക്ഷന് വേദന ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വേദന ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഇഞ്ചക്ഷനൊക്കെ. പണ്ടത്തെ ആ സൂചി കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നല്ല വേദനയായിരുന്നു. പക്ഷേ നമുക്ക് ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ഭയവും നമ്മളെ പേടിപ്പിക്കും, ശ്രദ്ധയാണ്. അപ്പോൾ അതൊക്കെ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ശ്രദ്ധയെ അതിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു ശമനം ലഭിക്കുകയാണ്, നമ്മൾ അറിയാണ്ട് പോണു. അപ്പോൾ ഇദ്ദേഹം ദേഹബോധം ഇല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്തു, അങ്ങനെ ആരും അദ്ദേഹം ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് അവിടേക്ക് അങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കിക്കൊണ്ട് ഒരു പാമ്പ് ചത്ത് ചീഞ്ഞ് കിടക്കണു അവിടെ. അപ്പോൾ വേഗം അതിനെ ആ വില്ലുകൊണ്ട് തോണ്ടിയെടുത്തിട്ട് അത് വേഗം എന്ത് ചെയ്തു, ആ മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ ഇട്ടിട്ട്
അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ഏഷ കിം നിപദാശേഷ കരുണോമ്യം മീലിദക്ഷണാമുഷാ സമാധിർ ആഹോസിത് കിം നു സ്യാദ് ഛത്രബന്ധുഭി തസ്യ പുത്രോതി തേജസ്വി വിഹരൻ ബാലഗോർഭഗൈ രാജ്ഞാഖം പ്രാപിതം താതം ശ്രുത്വാ തത്രേദം അബ്രവീത് അഹോ അധർമ്മബാലാനാം പീവ്നാം ബലിഭുജാം ഇവ സ്വാമിന്യഘം യദ് ദാസാനാം ദ്വാരപാനാം ശുനാം ഇവ ബ്രഹ്മണേ ക്ഷത്രബന്ധുർഹി ദ്വാരപാലോ നിരൂപിത സകഥം തദ്ഗൃഹേ ദ്വാർത്ഥ സഭാണ്ഡം ഭോക്തുമർഹതി കൃഷ്ണേ ഗതേ ഭഗവതി ശാസ്താര്യുൽപദ്ഗാമിനം തദ്ഭിന്നസേതുർ അദ്യാഹം ശാസ്മി പശ്യത മേ ബലം ഇത്യുക്താരോഷതാമ്രാക്ഷ വയസ്യൻ ഋഷിബാലകൻ കൗശിക്യാഭാ ഉപസ്പൃശ്യ വാഗ്വജ്രം വിസസർജഃ ഇതി ലംഘിതമര്യാദം തക്ഷകാ സപ്തമേഹനി ദംശതി സ്മ ഗുലാംഗാരം ചോദിതോ മേ തദ്ദ്രുഹം തഥോഭ്യേത്യാശ്രമം ബാലോ ഗളേ സർപ്പകളേ പരം പിതരം വീക്ഷ്യ ദുഃഖാത്തോ മുക്തകണ്ഠോരുരോധഃ സ വാ അങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സൂതവിലാപനം ഉന്മീല്യാശനകൈർനേത്രൈ ദൃഷ്ട്വാ സംസേ മൃദോരകം വിസർജ്യ പുത്രം പപ്രച്ഛ വത്സ കസ്മാത് രോദിഷി കേന വാ തേ പതികൃതം ഇത്യുക്താസ്യേന്യവേദയത്. ഇന്ദ്രിയങ്ങളടക്കിക്കൊണ്ട് ഇരിപ്പോ കണ്ണടച്ചവൻ അധമൻ ഭൂപനെന്തു കാര്യമെന്നൊര അവജ്ഞയോ തേജസ്വി മുനിപുത്രൻ ബാലകരൊത്തു കളിക്കവേ അച്ഛനെ ദ്രോഹിച്ചു രാജാവെന്നു കേട്ടോതി തൽക്ഷണം കാക്കയും കാവൽനായും പോൽ തീർന്നു തിന്നുവീർക്കുന്ന രാട്ടുകൾ നിജസ്വാമിയെ നിന്ദിക്കും അധർമ്മം ഇതു നോക്കണേ. നിയുക്തൻ ബ്രാഹ്മണന്മാരാൽ ക്ഷത്രിയൻ വീടുകാക്കുവാൻ വീട്ടിൽ കടന്നന്നമവൻ പാത്രത്തോടെ ഭുജിക്കയോ. ഭഗവാൻ കൃഷ്ണനിന്നില്ല ധർമ്മച്യുതിയകറ്റുവാൻ നല്ല തഞ്ചമിതെന്നോ ഞാൻ ശിക്ഷിക്കും കാണുകൻ ബലം. ഋഷിബാലകർ തോഴന്മാരോട് കണ്ണു ചുവന്നവൻ ഓതി കൗശികിയിൽ ചെന്ന ആചമിച്ചി വജ്രവാക്കുകൾ മര്യാദയെ വിലംഘിച്ച കുലാകാരൻ പിതുർദ്യുഹൻ 7-ാം നാൾ അവനെ കൊത്തും എനിക്കായിട്ടു തക്ഷകൻ. ആശ്രമം പൂകി ഉച്ചത്തിൽ കരഞ്ഞു പിന്നെ ദുഃഖിതൻ കഴുത്തിൽ പാമ്പിനെ പേറും അച്ഛനെ കണ്ട മാത്രയിൽ മകൻ നിലവിളിക്ക് അങ്കിരസൻ മുനി സാവധാനം കണ്ടെടുത്തു കളഞ്ഞു ചത്ത പാമ്പിനെ. മകനോടാരാഞ്ഞിതുണ്ണി എന്തിനു കരയുന്നു നീ, ഉപദ്രവിച്ചതാർ നിന്നെ പറഞ്ഞാൻ സംഭവം മകൻ. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ട് ഇരിക്കുന്ന ആ മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടിട്ട് പോയി. അപ്പോൾ രാജാവിന്
ക്ഷത്രിയന്മാരെ കൊണ്ട് വരികയോ ഇങ്ങോട്ട് വരിക പോവുകയും ക്ഷത്രിയന്മാരെ കൊണ്ട് എനിക്കെന്താ ഒരു പ്രയോജനം, എനിക്ക് ഇവരെയൊന്നും വില വയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഭാവത്തിലാണ് ഈ മഹർഷി ഇരിക്കണേന്നൊക്കെ ചിന്തിച്ചിട്ടാണ് രാജാവ് ഇത് ചെയ്തത്. അങ്ങനെ ആ രാജാവ് ഇങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഈ രാജാവിൻ്റെ പുത്രൻ അവിടെ അകലെ അവർ കുട്ടികളോട് കൂടിയിട്ട് കളിക്കുകയായിരുന്നു, താമസ കുട്ടികളോട് കൂടിയിട്ട് കളിക്കുകയായിരുന്നു. ശൃംഗി എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ശൃംഗി കൂട്ടുകാരോട് കൂടി കളിക്കുമ്പോൾ ഈ രാജാവ് ഇത് ചെയ്തു പോണത് ശൃംഗിയുടെ ഒരു കൂട്ടുകാരൻ കണ്ടു. അവൻ കളിക്കാൻ വീട്ടിലേക്ക് വരിക, കുട്ടികളുടെ കൂടെ കളിക്കാൻ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. അപ്പോഴാണ് ഈ രംഗം കണ്ടത്. അയാൾ വേഗം ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ കഴുത്തിൽ മഹാരാജാവ് വന്നു, അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടിട്ട് പോയി എന്ന് ഈ ശൃംഗിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, രാജാക്കന്മാർ തന്നെ ഇങ്ങനെ അധർമ്മം ചെയ്തു വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക? ദാസന്മാർ യജമാനൻ്റെ നേർക്ക് കാണിക്കുന്ന പ്രവൃത്തി, വാതിൽ കാവലിന് വേണ്ടി പാർപ്പിച്ചിരിക്കുന്ന നായ്ക്കൾ വന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കണ പോലെയല്ലേ അതിക്രമം ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഈ നാടിൻ്റെ നന്മയ്ക്കും അതിനും വേണ്ടിയിട്ടാണ് അച്ഛനെ പോലെയുള്ളവർ തപസ്സിരിക്കണത്. അപ്പോൾ അവരെ വന്ദിക്കാണ്ട് അവരെ വേണ്ടതുപോലെ ചെയ്യാണ്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഒരു രാജാവ് ചെയ്യണതാണ്, അധർമ്മമല്ലേ രാജാവ് ചെയ്യണത്. അപ്പോൾ ആ ബ്രാഹ്മണരെ അത്രയ്ക്ക് വലിയ ഈ രാജാവ് കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ രാജാവിനെ നേർവഴിക്ക് മാർഗം തെറ്റി ഇങ്ങനെ നടക്കാനൊക്കെ കാരണം എന്താ? ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തെ വിട്ടുപോയി. ഇനിയിപ്പോൾ മര്യാദയൊന്നും ഉണ്ടാവില്ല, രാജാക്കന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഈ തെറ്റ് ചെയ്തത് ആരായാലും അവരെ ശിക്ഷിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ ബലം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ താപസകുമാരൻ അവിടെ ചെന്നിട്ട് കൗശികി നദിയിൽ ഇറങ്ങിയിട്ട് ആചമനം ചെയ്തിട്ട് കയ്യിൽ ജലമെടുത്തിട്ട് ശപിക്കുകയാണ് ചെയ്യണത്. ചത്ത പാമ്പിനെ എൻ്റെ അച്ഛൻ്റെ കഴുത്തിലിട്ടത് ആരാണോ അയാൾ എൻ്റെ സങ്കല്പത്താൽ ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകം കഴിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ശപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? വേഗം ബാലകൻ അച്ഛൻ്റെ അടുത്തേക്ക് ആശ്രമത്തിലേക്ക് ഓടി ചെന്നപ്പോൾ അച്ഛൻ ചത്ത് ചീഞ്ഞ ഒരു പാമ്പിനെ, ദുർഗന്ധം വമിക്കുന്ന പാമ്പിനെ കഴുത്തിലിട്ടിട്ട് അച്ഛനവിടെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ സഹിക്കാൻ സാധിച്ചില്ല. അപ്പോൾ വേഗം ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ ആ കരച്ചിൽ കേട്ടിട്ട് ഈ ഋഷീശ്വരൻ ഉണർന്നു. നേരത്തെ രാജാവ് വിളിച്ചപ്പോൾ ഉണർന്നില്ല, ഇപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ ഉണർന്നു. അതിനെന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഒന്നാമത് അവിടെ കരയുക എന്ന് വിചാരിച്ചാൽ അതൊരു വിപരീതമായിട്ടുള്ളതാണ്, അല്ലെ? ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാക്കണേ. മറ്റത് അത് മാത്രമല്ല, പുത്രനും ആ പിതാവിൽ നിന്ന് തന്നെ ആ പുത്രനെ ഉണ്ടായത്. അപ്പോൾ പുത്രൻ അവർ ആര് എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ഫലം ആ ഒരു കുടുംബത്തിന് ബാധകമാണ്. അപ്പോൾ പുത്രൻ എപ്പോഴാണോ തൻ്റെ തപശക്തി കൊണ്ട് കോപിച്ചിട്ട് ആ തപശക്തിയെ ശാപത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്, ആ ഒരു നിമിഷം തന്നെ അച്ഛൻ്റെ ധ്യാനത്തിന് ഭംഗം വന്നു. അച്ഛന് ശരീരബോധം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് ഉറക്കെ കരയുന്നത്. അതുകൊണ്ടാണ് ആ മകൻ കരയണത് കേൾക്കാനായിട്ട് മഹർഷിക്ക് സാധിച്ചത്. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ആ കണ്ണ് തുറന്ന് നോക്കി. അപ്പോൾ ആ തോളിൽ ചത്ത പാമ്പ് കിടക്കണ കണ്ടിട്ട് അതിനെങ്ങനെ എടുത്തിട്ട് നിസ്സാരമായിട്ട് ഒരു ഇത് എന്തോ ഒന്ന് മുകളിൽ നിന്ന് വന്ന് വീണതിനെടുത്ത് കളയണ പോലെ നിസ്സാരമായിട്ട് അതിനെടുത്തിട്ട് താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ നീ കരയണേ? നീ എന്തിനാ വിഷമിക്കണേ? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് അച്ഛൻ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്. ഈ കരയണത് എന്തുകൊണ്ടാണ് കരയണതെന്ന് ചോദിക്കുന്നു. നിശമ്യ ശബ്ദം അദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജം അഭ്യനന്ദ അഹോബദം ഹോ മഹദ് ആജ്ഞതേ കൃതം അൽപീയസീദ്രോഹ ഉരുർദ്ധമോ ധൃത ന വൈ നരദേവം പരാഗ്യം സമ്മാതും അർഹസ്യ വിഭക്തബുദ്ധേ യത്തേജസാ ദുർവിഷഹേണ ഗുപ്ത വിദ്ധന്തി ഭദ്രാണ്യകുതോ ഭയ പ്രജ
അലക്ഷ്യമാണേ നരദേവനാംനി രഥാംഗപാണോ അയ അംഗലോക തദാഹി ചോരാ പ്രചുരോ വിനിങ്ക്ഷതി ആരക്ഷ്യമാണോ വിവരൂധവക്ഷണാത് തദന്യന പാപം ഉപൈത്യനന്വയം യദ്നഷ്ടനാദസ്യ വിലുംബകാത് പരസ്പരം ഘ്നദ്ദി ശബന്തി വ്യഞ്ജതേ പശൂൻ ശ്രിയോർത്ഥാൻ പുരുതസ്യ വോ ജന തദാര്യധർമ്മശ്ച വിലീയതേ നൃണം വർണ്ണാശ്രമാചാരയുധസ്തൈമയ തദോർത്ഥകാമാഭിനിവേശിതാത്മനാം ശുനാം കവീനാം ഇവ വർണ്ണസങ്കര ധർമ്മപാലോ നരതി സദു സാമ്രാട് ബൃഹദ്ശ്രവ സാക്ഷാത് മഹാഭാഗവതോ രാജർഷിർ ഹയമേധയാട് ക്ഷുത്സമായുധോ ദീനോ നൈവാസ്മാത് ശാപമർഹതി ആപപേക്ഷു സ്വഭൃത്യേഷു ബാലേന അപക്വബുദ്ധിന പാപം കൃതം തദ്ഭഗവാൻ സർവാത്മാ ക്ഷന്തുമർഹതി തിരസ്കൃത്യ വിപ്രലബ്ധാ ക്ഷിപ്താ ഹതാഭിവാം നാസ്യ തന് പ്രതികുർവന്തി യദ്ഭക്താ പ്രഭവോഭിഃ ഇതി പുത്ര കൃതാഗ്നേന സോനുതപ്തോ മഹാമുനി സ്വയം വിപ്രകൃതോ രാജ്ഞോ നൈവാഖം തദ് അചിന്തയത് പ്രായശഃ സാധവോ ലോകൈ പാരൈ ദ്വന്ദ്വേഷു യോജിത ന വ്യഥന്തി ന ഹഷ്യന്തി യഥാ ആത്മഗുണാശ്രയ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം പ്രഥമസ്കന്ധേ ബ്രഹ്മശാപനിരൂപണം നാമ അഷ്ടാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശപിച്ചുകൂടാ നൃപനെ ശപിച്ചതിൽ സൂതന്നു നൽകീലഭിനന്ദനം ദ്വിജൻ. വല്ലാത്ത തെറ്റാണ് പിണച്ചതുണ്ണി നിസ്സാരാപരാധിക്കു കടുത്ത ശിക്ഷയായി ഈശസ്വരൂപാന്തരമായ ഭൂപനെ സാമാന്യനായി കണ്ടിത അപക്വബുദ്ധി നീ. ശത്രുക്കൾ തങ്ങാത്ത ത്വദീയ ശക്തിയാൽ നേടുന്നു നാട്ടാരിൽ അഖിലാഭയം ശുഭം. ഭൂപാലവേഷത്തിൽ രഥാംഗപാണിയെ കാണാതിരുന്നാലുടനെ പ്രജാവലി ഹേ ബാല ചോരപ്രചുരാൽ നശിച്ചു പോം. അലക്ഷ്യമാണ സമൂഹമെന്ന പോൽ അനാഥമമ്പൂതിക കേൾക്കുവോർക്കെഴും പാപം നമുക്കും വരുമേ. പരോക്ഷമായി പശുക്കളെ സ്ത്രീകളെയും ധനത്തെയും കക്കും കലമ്പിക്കൊല ചെയ്തിടും ജനം. അന്നാര്യധർമ്മം നരരെ പിരിഞ്ഞു പോം. വർണ്ണാശ്രമാചാര യുധം ത്രയീമയം. അനർത്ഥകാമക്കൊതി വർണ്ണസങ്കരം വരുത്തിനായി മച്ചകൾ പോലെയാം ജനം.
ധർമ്മപാലൻ നരപതി കാണപ്പെട്ട യശോധരൻ അശ്വമേധം ചെയ്തവൻ രാജശ്രീ ഭാഗവതോത്തമൻ ശപിച്ചുകൂടവനെ നാം ക്ഷുദ്ധാർത്ഥനെ ദീനനെ അപക്വബുദ്ധിയാം ബാലൻ സ്വഭൃത്യനിൽ തപോ അപാപനിൽ ചെയ്ത പാപം പൊറുക്കട്ടെ സർവം തര്യാമീശ്വരൻ നിന്ദിതൻ വഞ്ചിതൻ ക്ഷിപ്തൻ ശബ്ദൻ ഹതനുമാകിലും പ്രതിക്രിയയ്ക്കൊരുങ്ങില്ല ചിദ്ഭക്തൻ ശക്തനെങ്കിലും ഏവം മകൻ ചെയ്ത തെറ്റിൽ അനുതാപാത്തനം മുനി ഒട്ടുമോർത്തില്ല രാജാവു തന്നെ ദ്രോഹിച്ച വസ്തുത തുല്യമേ സജ്ജനത്തിനു കിട്ടും തല്ലും തലോടലും ആത്മാവഗുണമായി തീർന്നാൽ സുഖവും ദുഃഖവും സമം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ പ്രഥമസ്കന്ധം 19-ാം അധ്യായം ഇവിടെ സമർപ്പിച്ചു. ആ ബ്രഹ്മശാപം എന്നുള്ള ആ ഒരു അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഇനി 19-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഒന്ന് നോക്കാം. എന്തിനാണ് കരയണത് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിനെ ശപിച്ച കാര്യമൊക്കെ കുട്ടി പറഞ്ഞു, അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ടു എന്നൊക്കെ കൂട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഈ രാജ്യം ഭരിക്കുന്ന രാജാവ് ഇങ്ങനെ അധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാളുള്ളത്? ആ രാജാവിനെ ശിക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ടല്ലേ രാജാവ് ഇങ്ങനെ ചെയ്യണേ. അത് പറ്റില്ല എന്ന് ചേട്ടൻ, ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ രാജാവിനെ ശപിച്ചു എന്ന് മകൻ അച്ഛനോട് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു, കഷ്ടം തന്നെയാണ് ചെയ്തത്, മൂഢത്തരായി, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, മഹാപാപാണ് നീ ചെയ്തത്. ചെറിയൊരു കുറ്റത്തിന് ഇത്ര വലിയൊരു ഒരു ശിക്ഷ നൽകാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ആ ഋഷിക്ക് ബ്രാഹ്മണൻ എന്നുള്ള വിശേഷം ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്? ആ ക്ഷമ ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ആ ഒരു കാരണം നമ്മളെ ഉപദ്രവിച്ചവരെ പകരം ഉപദ്രവിക്കുക എന്നുള്ളത് ആ ബ്രാഹ്മണൻ്റെ ലക്ഷണമല്ല. അവരത് ചെയ്യാനേ പാടില്ല. കുറ്റത്തിനും ശിക്ഷയ്ക്കും ഒക്കെ പിന്നെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷ ചെയ്യണമെങ്കിൽ അതിനൊരു താരതമ്യം വേണം. അതൊരു ചെറിയ തെറ്റിന് ഇത്ര വലിയൊരു ശിക്ഷ നീ നൽകിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വിഷ്ണു ഭക്ത പറയാണ് ഭഗവാൻ നമ്മുടെ രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് രാജാവിനെ ഈശ്വര തുല്യനായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനോട് തുല്യനായിട്ട് രാജാവിനെ കാണാൻ പാടില്ല. അപ്പോൾ അന്യർക്ക് അതിക്രമിക്കാൻ കഴിയാത്തിട്ടുള്ള രാജതേജസ്സൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പ്രജകൾ ഇന്നൊരു ഭയമൊന്നുമില്ലാണ്ട് അങ്ങനെ അവരൊക്കെ സംരക്ഷിക്കുന്നത് രാജാവാണ്. അതുകൊണ്ടാണ് പ്രജകൾ ഇപ്പോൾ ഭയമൊന്നുമില്ലാണ്ട് കഴിഞ്ഞുകൂടണത്. അപ്പോൾ രാജാവ് എന്ന പേരുള്ളത് ഭഗവാൻ തന്നെയാണ്. സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ് രാജാവ്. ആ രാജാവിനെ നമ്മൾ കാണാണ്ട് രാജാവ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ രാജ്യം മുഴുവനും അലങ്കോലമായിട്ട് തീരും. എങ്ങും കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെ പെരുകും. അതുപോലെ സ്ത്രീകൾക്കും മറ്റു കുട്ടികൾക്കെതിരെയൊക്കെയുള്ള അക്രമം വർദ്ധിക്കും രാജാവ് ഇല്ലാണ്ടായാൽ. അപ്പോൾ ആ ജനങ്ങളുടെ ധനങ്ങളൊക്കെ അപഹരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാ വിധത്തിലും ദോഷമാണ് വന്നു ചേരുക. അപ്പോൾ അന്യോന്യം അടിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ജനങ്ങളെ മര്യാദയിൽ നിർത്താനുള്ള ആ കഴിവ് ആർക്കാണുള്ളത്? രാജാവിനാണുള്ളത്. അപ്പോൾ അങ്ങനെ ആ രാജാവ് രാജ്യം പാലിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ദോഷമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് ധർമ്മപാലനം ചെയ്യുന്ന ചക്രവർത്തി അത് ഉണ്ടല്ലോ, അദ്ദേഹം എത്രയോ അശ്വമേധയാഗമൊക്കെ ചെയ്തു, ഭഗവാനെ ആരാധിക്കുന്നു, ഭക്തിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദാഹവും വിശപ്പും കൊണ്ട് രാജാവാണെങ്കിൽ അവർക്ക് ആ ദാഹവും വിശപ്പൊന്നും ഇങ്ങനെ നമ്മളെപ്പോലെ അത് ദാഹവും വിശപ്പൊക്കെ വന്നാൽ അത് താങ്ങാനുള്ള ശക്തിയൊന്നുമില്ല. കാരണം അവർ ആ സമയാസമയത്തിന് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് അവരവരുടെ ജോലിയെ വേണ്ടതുപോലെയൊക്കെ പരിപാലിച്ചുകൊണ്ട് രാജ്യത്തിനെ പരിപാലിച്ചുകൊണ്ട് ഈശ്വര ഭജനത്തോടു കൂടിയിട്ട് കഴിയണവരാണ്. അപ്പോൾ അവർക്ക് വിശപ്പും ദാഹമൊക്കെ വരും. ശരീരബോധമൊന്നും വിട്ടുപോയിട്ടില്ല, അവരുടെ അവിടേക്ക് എത്തിയിട്ടില്ലല്ലോ അവർ. അങ്ങനെയുള്ള രാജാവ് വിശപ്പോട് കൂടിയിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നിട്ട് ഇത്ര വലിയൊരു ശാപമൊന്നും ശപിക്കാൻ പാടില്ല. ഏറ്റവും വലിയ ഒരു അവിവേകമായിട്ട് പോയി അങ്ങ് ചെയ്തത്, മോനെ നീ ചെയ്തതെന്ന് പറയാം.
അപ്പോൾ ഈ മഹാപാപത്തിന് പ്രായശ്ചിത്തമില്ല എന്നതാ പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. പരിഭാഗമല്ലാത്ത ബുദ്ധിയോട് കൂടിയിട്ട് ഈ കുട്ടി ചെയ്ത തെറ്റ് പാപത്തെ ഭഗവാനെ അവിടെ നിന്ന് പൊറുക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ശപിക്കുന്നത് ആ ഈശ്വരഭക്തന്മാരുടെ ലക്ഷണമല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉപദേശിച്ചു. അപ്പോൾ തന്നെ പരീക്ഷിത്ത് രാജാവ് തന്നെ അപമാനിച്ചു എന്നുണ്ടെങ്കിലും അത് ഒരു അപമാന ശരീരബോധമില്ലാത്തത് കൊണ്ട് അതൊന്നും ഒരു അപമാനമായിട്ടൊന്നും ആ മഹർഷിക്ക് തോന്നിയില്ല. കാരണം ആ ചത്ത ജഡത്തിനടുത്ത് തൻ്റെ ശരീരത്തിലിട്ടു. ആ ജഡവും ഈ ശരീരവും തുല്യം തന്നെയാണ് അദ്ദേഹത്തിന്. ഇതും ഒരു ജഡം തന്നെയാണ്. ഇതിനെ ജഡമല്ല എന്ന് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആത്മാവായിട്ട് ഈശ്വരൻ ഇരിക്കണോണ്ടാണ്. അതാ ഈശ്വരൻ്റെ ആ പ്രഭാവങ്ങൾ നീങ്ങിയാൽ ഇതും ജഡം ആ ചത്ത പാമ്പിനെ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതൊരു അപമാനമായിട്ടൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സുഖം ഉണ്ടായാൽ സന്തോഷിക്കുക, സുഖത്തിലൊരുപാട് സന്തോഷിക്കുക, എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ഒരുപാട് ദുഃഖിക്കുക എന്നുള്ളതൊന്നും ബ്രാഹ്മണരുടെ ലക്ഷണമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാവം കൂടി ഇവിടെ കാണിച്ചു തരികയാണ് ആ മഹർഷീശ്വരൻ. അങ്ങനെ ആ ഒരു ഭാഗത്തോടു കൂടിയിട്ടാണ് ഈ ഒരു 18ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. ഇനി 19ാമത്തെ ഒരു അധ്യായം കൂടിയുണ്ട്. 19ാമത്തെ അധ്യായത്തിനോട് കൂടിയിട്ട് ഈ പ്രഥമസ്കന്ധം ഇവിടെ അവസാനിക്കും. പിന്നെ നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലേക്കാണ് കിടക്കുന്നത്. അടുത്ത ദിവസം ഈ 19ാമത്തെ അധ്യായം വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലും എല്ലാ ഭക്തന്മാരുടെയും എല്ലാ കൃഷ്ണബന്ധുക്കളുടെയും പാദത്തിലെ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണേ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടുതൽ ശ്രദ്ധയും ഭക്തിയോടും കൂടിയിട്ട് പാരായണം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.